നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് ബ്രസീൽ ഫ്രാൻസുമായിട്ട് ഏറ്റുമുട്ടുന്നത്. അതിനുള്ള ബ്രസീലിൻ്റെ പരിശീലനം ഒർലാൻഡോയിൽ നല്ല രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മാർക്കിനോസ് സ്ക്വാഡിലെത്തിയിട്ടുണ്ട്, ക്യാമ്പിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം അത്രയങ്ങ് ടീമിനോടൊപ്പം ഇഴുകി ചേർന്ന് പ്രാക്ടീസ് നടത്തിയിട്ടില്ല. ചെറിയ ഹാംസ്ട്രിങ് ഇഷ്യൂസ് ഉണ്ട്. ബട്ട് അദ്ദേഹം കളിക്കും ഫ്രാൻസിനെതിരെ എന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ താരം മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ പറയുന്നു. UAL റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് നെയ്മർ ജൂനിയറെക്കുറിച്ച്. നെയ്മർ വേൾഡ് കപ്പിന് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നെയ്മറെ പോലൊരു താരത്തെ ആവശ്യമാണ് വേൾഡ് കപ്പിന്. നമ്മൾ ഡിഫൻഡർമാർ നെയ്മറെ തടയുക എന്നുള്ളത് ഒരു നൈറ്റ് മെയർ ആയിട്ടാണ് കാണുന്നത്. നമ്മൾ ഇടതുഭാഗം ക്ലോസ് ചെയ്തെന്ന് കരുതിയാൽ അവന് വലതുഭാഗത്ത് കൂടി ബോളിട്ട് പോകും. വലതുഭാഗം നമ്മൾ ക്ലോസ് ചെയ്തെന്ന് വിചാരിച്ചാൽ അവൻ ഇടതുഭാഗത്ത് കൂടിയായിരിക്കും കടന്നു പോവുക. ഓരോ ദിവസവും അവൻ ലൈഫിൽ പുതിയ പുതിയ നീക്കങ്ങൾ നടത്തും. നമുക്ക് തടയുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അത്തരത്തിലുള്ള പ്ലെയറാണ് നെയ്മർ ജൂനിയർ. നെയ്മർ വേൾഡ് കപ്പിന് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു എന്നാണ് ഇപ്പോൾ മാർക്കിനോസ് പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകുന്നു. UAL അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന കാര്യം നെയ്മർ ജൂനിയർ വേൾഡ് കപ്പിന് ഉണ്ടാകും എന്ന് തന്നെയാണ്. കാരണം ഞാൻ അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേൾഡ് കപ്പിലെത്താൻ വളരെയധികം ആഗ്രഹമുണ്ട്. ഹ്യൂജ് ഡിസയർ ഉണ്ട്. സ്ട്രോങ് ആയിട്ട് തിരികെ എത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ബ്രസീലിയൻ ടീംമേറ്റ്സ് ആണെങ്കിലോ ബ്രസീലിയൻ ഫാൻസ് ആണെങ്കിലോ എല്ലാവർക്കും നെയ്മർ ജൂനിയറെ വേൾഡ് കപ്പിൽ കാണണമെന്ന ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഡിഫൻഡർമാരെ സംബന്ധിച്ചിടത്തോളം നെയ്മർ ഫേസ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. നമ്മൾ വലത് ഭാഗം ക്ലോസ് ചെയ്തെന്ന് കരുതി അവൻ ഇടത് ഭാഗത്ത് കൂടി പോകും. അപ്പോൾ നമ്മൾ ഇടത് ഭാഗം ക്ലോസ് ചെയ്താൽ അവൻ വലത് ഭാഗത്ത് കൂടി പോകും. ഒരു തരത്തിലും അവനെ കളിയിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാവും. ആ ഘട്ടത്തിൽ അവൻ നമ്മൾ ഇതുവരെ കാണാത്ത നീക്കങ്ങൾ നടത്തുകയും ചെയ്യും. എന്തെങ്കിലും വഴി കൊണ്ട് അവൻ എസ്കേപ്പായി ബോളുമായിട്ട് പോകുന്ന കാഴ്ച കാണും. എല്ലാ ദിവസവും അവൻ ഇതുവരെ കളിക്കളത്തിലെടുക്കാത്ത പുതിയൊരു നീക്കം കൊണ്ട് അവൻ വരും. തീർച്ചയായിട്ടും അവൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ ഇമ്പ്രസ്ഡ്. ഏതൊരു ഡിഫൻഡറും അങ്ങനെ തന്നെയാണ് പറയുക. പിന്നെ വിജയത്തിനൊരു സീക്രട്ട് ഫോർമുലയൊന്നുമില്ല. 6ാം ലോകകപ്പ് ഞങ്ങൾ നേടുമോ എന്ന് ചോദിച്ചാൽ സീക്രട്ട് ഫോർമുലയൊന്നുമില്ല. ഇപ്പോൾ ചില വേൾഡ് കപ്പ് സൈക്കിളുകളിൽ ഞങ്ങൾ ഗ്രേറ്റ് ഷേപ്പിൽ എല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ട് വേൾഡ് കപ്പിന് പോയിട്ടുണ്ട്. എന്നിട്ടും പക്ഷേ ആ വലിയ കിരീടം മാത്രം കിട്ടിയില്ല. ഈ വേൾഡ് കപ്പ് സൈക്കിളിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. കോച്ചുമാരുടെ മാറ്റങ്ങൾ, മാനേജ്മെൻറ്റിലെ മാറ്റങ്ങൾ. പക്ഷേ ഒരു എക്സലൻറ്റ് പെർഫോമൻസ് പുറത്തെടുത്ത് വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ മാർക്കിനോസ് പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ.